നമസ്കാരം. ഇറാനിലെ പരമോന്നത മതനേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിൻഗാമിയെ തീരുമാനിച്ചിരിക്കുന്നു. അയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മൊജ്തബ ഖമേനി ആയിരിക്കും പിൻഗാമി. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തീരുമാനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഖമേനിയുടെ പിൻഗാമി ആരാണെങ്കിലും ഞങ്ങൾ അയാളെ വധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അയാൾ ആരാണെങ്കിലും, അയാൾ എവിടത്തുകാരനാണെങ്കിലും, അയാൾ എവിടെ പോയി ഒളിച്ചാലും ഇസ്രായേൽ അയാളെ വധിക്കും എന്നാണ് ഇപ്പോൾ കാറ്റ്സിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയെ മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പക്ഷേ മൊജ്തബ ഖമേനിയെ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി നിശ്ചയിച്ച കാര്യം ഔദ്യോഗികമായി ഇറാനിനും പ്രഖ്യാപിക്കാത്തതും ഒരുപക്ഷെ ഈ ഒരു ഭയം കൊണ്ടാണോ എന്ന് സ്വാഭാവികമായി അവർ സംശയിക്കുന്നുണ്ട്. ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ചാരസംഘടനകളായ മൊസാദും CIA-യും ടെഹ്റാൻ്റെ മുക്കും മൂലയും വരെ ഇപ്പോൾ അവർ ടാർഗറ്റ് ഇട്ട് വച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് അവർക്കറിയാം എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ സമയത്ത് എവിടെയെല്ലാം കാണുമെന്ന്. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഭരണകൂടം, അതിൻ്റെ പ്രധാനപ്പെട്ട പലരും ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ പട്ടാള ഭരണാധികാരികൾക്കെല്ലാം നന്നായിട്ട് അറിയാം ഇതിൽ വളരെ കൃത്യമായി ഇസ്രായേലിനും CIA-ക്കുമൊക്കെ തന്നെ വിവരങ്ങൾ ലഭിച്ച് കഴിഞ്ഞ് കാണും എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി മൊജ്തബ ഖമേനിയെ ഒളിവിൽ തന്നെ വെച്ചിരിക്കാനായിരിക്കാം അവർ താല്പര്യപ്പെടുന്നത്. മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മതനേതാവായിരുന്ന ആളല്ല, ഒപ്പം ഭരണത്തിലൊന്നും ഒരിക്കലും പങ്കാളിയായിരുന്നില്ല. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡ് കോർപ്സ് എന്ന അവരുടെ സൈനിക വിഭാഗത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അവരുടെ കൂടി നിർബന്ധത്തിന് വഴങ്ങിയാണ്. ഇറാനിലെ രീതി അനുസരിച്ച് അവിടെ പരമോന്നത മതനേതാവ് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിൽ നിന്ന് ആയിരിക്കില്ല പിൻഗാമി ഉണ്ടാവുക എന്നുള്ളതാണ് പഴയ രീതി. എന്നാൽ ആ രീതി മാറ്റിക്കൊണ്ട് ഇപ്പോൾ അയത്തുള്ള അലി ഖമേനിയുടെ മകനെ തന്നെ ഈ പദവിയിലേക്ക് നിയോഗിക്കുമ്പോഴും ഇറാനിലെ നേതാക്കൾക്ക് ഇപ്പോഴും സംശയമാണ് അയാളും കൊല്ലപ്പെടുമോ എന്നുള്ളത്. കാരണം ഖമേനിയെ വധിച്ചത് അത്രയും ആസൂത്രിതമായിട്ടാണ്. നേരത്തെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ വധിച്ചതും വളരെ ആസൂത്രിതമായിട്ടാണ്. അതുപോലെ മൊജ്തബയെയും ഇവർ വധിക്കുമോ എന്നുള്ള ഭയം കുടുംബാംഗങ്ങൾക്കുണ്ട്, അതുപോലെ ഇറാനിലെ സർക്കാരിനുമുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ ഒരു F-35 ഇനത്തിൽപ്പെട്ട വിമാനം ഇറാൻ്റെ യുദ്ധവിമാനം വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കൈവശം അതിനൂതനമായ സാങ്കേതിക വിദ്യയുള്ള നിരവധി വിമാനങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇറാന് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഇറാനെ തങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. കൂട്ടിന് അമേരിക്കയും ഉണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ഭരണകൂടത്തിൻ്റെ പേരിൽ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഒരു ദിവസം 7000 കോടി രൂപയാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിനായി ഇപ്പോൾ ചിലവഴിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇതിന് 18 ലക്ഷം കോടി രൂപ വരെ ഒരുപക്ഷെ നാളെ ചിലവാക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇറാൻ്റെ ശല്യം ഒഴിവാക്കാൻ എന്തിനാണ് അമേരിക്കൻ സർക്കാർ തങ്ങളുടെ നികുതി പണം എടുക്കുന്നത് എന്നുള്ള നിലപാടുമായി ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ സജീവമാണ്. പക്ഷേ എങ്കിലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടത്തിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് ഇത്രയും സഹായം നൽകുകയും കൃത്യമായ ആക്രമണങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ 7000 കോടി രൂപ ഒരു ദിവസം ചിലവാകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പടക്കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയൊക്കെ തന്നെ ചിലവ്, അതിൽ ചില വിമാനങ്ങൾ തകരുന്നത് മൂലം ഉണ്ടായ നഷ്ടം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാനെ നേരിടുന്നത്. പക്ഷേ ഇറാൻ ഇത്രത്തോളം ശക്തമായിരിക്കും എന്ന് ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും കരുതിയിരുന്നില്ലയോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മിസൈൽ ശേഖരം നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഇത്രയധികം മിസൈലുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാമായിരുന്നോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം വരുന്നത്. കാരണം അത്രത്തോളം ശക്തമായ തോതിലാണ് നിരന്തരമായി അവർ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അവരുടെ ആക്രമണത്തിൻ്റെ തോത് കുറച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി അവർ അവസാനിപ്പിച്ചോ എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഏതായാലും മുസ്തഫ ഖമേനിയെയും വൈകാതെ തങ്ങൾ വകവരുത്തുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രഖ്യാപനം അത് യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത. കാരണം മുസ്തഫ ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായും ഇസ്രായേലിന് അറിവ് കിട്ടിക്കാണും. മുസ്തഫ പോലും അറിയാതെ അയാളെ വകവരുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഇസ്രായേൽ കാറ്റ്സ് നടത്തിയിട്ടുള്ളത് എന്ന് തന്നെ വേണം കരുതാൻ.